അപ്പോൾ നമ്മളെ ഇന്നത്തെ പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് രാവിലെ തന്നെ സിയാസാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ ഹെഡ്ലാമ്പിൻ്റെ ബൾബ് നോർമൽ ബൾബാണ് കേട്ടോ, ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യണം. അതേപോലെ വൈപ്പർ ബേഡും കാര്യങ്ങളൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യാൻ വന്നൊരു വണ്ടി കേട്ടോ. ഒന്ന് രണ്ട് ചെറിയ വർക്ക് മാത്രമാണ് നമുക്കിതിൽ ചെയ്യാനുള്ളത്. സിയാസ് വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. വർക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഹെഡ്ലാമ്പിൻ്റെ ബൾബ് ഒന്ന് ചേഞ്ച് ചെയ്യേണ്ടിയിരുന്നു, വൈപ്പ് ബോർഡും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റാണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മാറ്റിയിട്ട് വേണ്ടി പോകാൻ അത് നമുക്ക് ഒരു എറ്റിയോസ് ലീവ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ലീവയിൽ നമുക്ക് ചേഞ്ച് വരുത്താമെന്ന് പറഞ്ഞാൽ നമുക്കിതിൽ അണ്ടർ ബോഡി ലൈറ്റ്സ് ഇൻസ്റ്റാൾ ചെയ്യാനുണ്ട്. അതേപോലെ ചെറിയ ഒന്ന് രണ്ട് മൈനോട്ട് പ്രോബ്ലങ്ങൾ സോൾവ് ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ ഈ വണ്ടി നമുക്ക് അണ്ടർ ബോഡി തൊട്ടടുത്തുള്ള കോട്ടക്കൽ ഭാഗത്ത് വന്നൊരു വണ്ടിയാണ് കേട്ടോ. ഈ വണ്ടി മുമ്പ് നമ്മൾ ഒരുപാട് മാറ്റങ്ങൾ ചെയ്ത വണ്ടിയുടെ ഫോഗ് ലാമ്പിൻ്റെ ബൾബ്, ഇതേപോലെ തന്നെ ഹെഡ് ലാമ്പിൻ്റെ ബൾബ് ഇങ്ങനെയൊക്കെ ചെയ്തൊരു വണ്ടിയാണ്. അപ്പോൾ ഇതിൽ നമുക്കൊരു ഷാർപ്പിൻ ആൻജിന ചെയ്യാൻ വേണ്ടി വന്നാൽ കേട്ടോ. അപ്പോൾ അടുത്തത് നമുക്കൊരു ഇന്നോവ വന്നിട്ടുള്ളൂ കേട്ടോ. ഇന്നോവയിൽ ഗ്രില്ല് ഓൾറെഡി നമ്മൾ ഡീക്രോം ചെയ്തൊരു വണ്ടിയാണ്. പക്ഷേ ഇത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, GR ഗ്രില്ല് നമുക്ക് ചേഞ്ച് ചെയ്യണം കണ്ടോ. GR ഗ്രില്ല് നമുക്ക് ഗ്ലോസിയിലും മാറ്റിലും വരുന്നുണ്ട് കേട്ടോ. നമുക്കൊരു ടൊയോട്ട എന്നുള്ള വലിയൊരു ബേഡ്ജും കൂടെയുള്ള ഗ്രില്ലാണ് വരുന്നത്. അതുപോലെ 3 ലൈറ്റ്സ് ഡാനറ്റ് ലൈറ്റ്സും നമുക്ക് ഓറഞ്ച് കളറിൻ്റെ കൂടെ വരുന്നു. അതിൻ്റെ വയറിംഗ് കിറ്റ്, അതിൻ്റെ ഡിസ്കൂസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ വരുന്നുണ്ട് കേട്ടോ. ഈ വണ്ടി നമുക്ക് കൂളിങ്ങും കുറച്ച് അപ്ഡേഷൻസൊക്കെ ചെയ്തൊരു വണ്ടിയാണ്. അപ്പോൾ നല്ലൊരു കൂളിങ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ ബാക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ വണ്ടി നമ്മളെ കസ്റ്റമർ നമ്മളെ നാട്ടിൽ നിന്ന് വണ്ടി ഡെലിവറി എടുത്തിട്ട് കണ്ണൂർ പോകുന്ന വഴി കേട്ടോ. ഓക്കെ, അപ്പോൾ അവർക്ക് ഇനി കൂളിംഗ് ഈ ഒരു കൂളിങ്ങാണ് നമ്മളിതിൽ ചെയ്യാൻ പോകുന്നത്. ഇത് നമുക്ക് ഇപ്പോൾ 100% നമുക്ക് ലീഗലായിട്ട് ചെയ്യാൻ പറ്റിയൊരു കൂളിങ്ങാണ്. മറ്റുള്ള പ്രശ്നങ്ങളോ ചെക്കിങ്ങോ കാര്യങ്ങളൊന്നും ഈ കൂളിങ്ങിൽ നമുക്ക് ബാധിക്കുന്നതല്ല. അപ്പോൾ ഇതാണ് നമ്മൾ ഗ്രില്ല്. ഇത് ഗ്ലോസി ബ്ലാക്ക് ആട്ടോ. ഇതിൽ നമുക്ക് മാറ്റ് ഫിനിഷും വരുന്നുണ്ട്. ഇത് നമുക്ക് സെറ്റ് ചെയ്യാതെയാണ് വരിക. ഇതൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് റെഡി ആക്കിയതാണ്. അപ്പോൾ ഗ്രില്ലൊക്കെ ഓൾറെഡി നമ്മൾ ഊരി മാറ്റിയിട്ടുണ്ട്. നെക്സ്റ്റ് പരിപാടി ഇത് ഇവിടെ ഇൻസ്റ്റാൾ ചെയ്ത് പഴയ ഗ്രില്ല് ഇതാട്ടോ. പഴയത് ഓൾറെഡി ബ്ലാക്ക് ആട്ടോ. സ്റ്റിക്കറാണ് തോന്നുന്നത്, ക്രോമാണ് സ്റ്റിക്കറാണെന്ന് തോന്നുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് കേട്ടോ. ആ ഒരു ഗ്രില്ല് വന്നപ്പോൾ വേണ്ടി ലുക്ക് അങ്ങോട്ട് മാറി കേട്ടോ. ഇത് നമുക്ക് ലൈറ്റ് പാർക്കിംഗ് കണക്ഷൻ കൊടുക്കാൻ വേണമെങ്കിൽ ഇഗ്നിഷൻ ആക്കാം. നമുക്ക് എങ്ങനെ വേണമെങ്കിൽ കണക്ഷൻ ഔട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. പാർക്ക് ഇതിപ്പോൾ നമ്മൾ ഇഗ്നിഷനാണ് കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ നമ്മുടെ പിന്നെ കൂളിങ്ങും അതേപോലെ അതിനുള്ള ചെറിയ വർക്കും ചെയ്തിട്ടുണ്ട്. ഒരു പോവാണ് കേട്ടോ. വെന്യൂ ബൾബ് അപ്ഡേറ്റ് ചെയ്യാൻ വന്നാൽ കേട്ടോ. പിന്നെ അതുപോലെ ഇതിൻ്റെ കൂളിങ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൽ നാനോ സെറാമിക്കിൻ്റെയാണ് ചെയ്യുന്നത്. പിന്നെ സ്വിഫ്റ്റ് നമുക്കിത് ഒരു ബാർലൈറ്റ് വെക്കാൻ ഉണ്ട്. ബാർലൈറ്റ് വയറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. ബിലാൽ ബോസുണ്ട്. ബിലാൽ നല്ല ചൂടിലാണ്. ബിലാലിൻ്റെ ഹെൽപ്പർമാർ 2 ബിലാലിട്ട് പോയി. നിയാലും പോയി. ബിലാല മാഫി ബിലാൽ നാളെ ലീവാക്കുന്നാണ് പറയണേ. അപ്പോൾ വെന്യൂല് നമ്മൾ 240 വാട്ട്സിൻ്റെ ബൾബ് ആഡ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഹെഡ് ലാമ്പ് കൂടിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല പവറുള്ളൊരു ബൾബാണ് നമ്മൾ LED ആണ് ഇതിൽ യൂസ് ചെയ്യുന്നത് കേട്ടോ. അതുപോലെ ഹോൺ അപ്ഡേറ്റ് ചെയ്യണം. നമുക്ക് സിംഗിൾ ഹോണാണ് വെന്യൂക്ക് വരല്. അതുപോലെ നമ്മൾ കിയ സോണത്തിനും സിംഗിൾ ഹോണാണ് വരിക. അപ്പോൾ ഇത് നമ്മൾ ഹോണും ഒന്ന് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബമ്പറും കാര്യങ്ങളൊക്കെ ബിലാൽ
അയച്ചോളൂ. ബിലാലല്ല പുള്ളി കളറുള്ള ഷർട്ടൊക്കെ ഇട്ടുണ്ട് അല്ലേ? വേറെ നമ്മളെ യൂണിഫോമേ ഒരു ഒന്നേ വാങ്ങി തന്നിട്ടുള്ളൂ. അനക്ക് കൊള്ളാത്തിന് ഒന്നേ നമ്മൾ വാങ്ങിയിട്ടുള്ളൂ. എത്ര കൊടുത്തിട്ടുണ്ടോ അവനെ? 4 കൊള്ളാത്തിന് എന്താ കാട്ടണേ അല്ലേ? ഈ തടി കൂടി അല്ലേ? തടി കൂടി നമ്മളെന്ത് ചെയ്യണ? എന്താ എനിക്കെന്തേലും പറയണ്ടതിൽ? മച്ചാൻ തടി കൂടി നമ്മളെന്താക്കാനാ? ഷർട്ട് കൊള്ളാതായിനെ. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പുറത്ത് നമ്മൾ ഐക്രോസ് പൊളിഞ്ഞ് ഏകദേശം കഴിയാനുണ്ട്. ഐക്രോസ് നമ്മൾ നാനോസെറാമിക്കിൻ്റെ അടിക്കുന്ന കേട്ടോ. നമ്മൾ ഫ്രണ്ടും ബാക്കും അതേപോലെ തന്നെ ഈ സൈഡൊക്കെ ഓൾറെഡി വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റ് ഫൈനലി നമുക്ക് ഫ്രണ്ട് ഗ്ലാസ് ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ റിയറും ചെയ്യാനുണ്ട് കേട്ടോ. ഇത് നമുക്ക് ഏകദേശം വർക്ക് കഴിയാൻ വയറിങ്ങും ലൈനും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അണ്ടർ ബോഡി ലൈറ്റ് കണക്ട് ചെയ്യാനുണ്ട്. ബാക്കി വയറിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി കണക്ഷനാണ് കൊടുക്കാനുള്ളത് അടിയിലുള്ള. അപ്പോൾ അത് കുറച്ച് സമയം എടുക്കും. അപ്പോൾ അവരതിന് മുമ്പ് വിളിച്ച് വേണ്ടിയിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മളത് ഫില്ലപ്പ് ചെയ്യണം കേട്ടോ. ഓക്കെ, ഇങ്ങനെയാണ് കാര്യങ്ങൾ. വെന്യൂവിൻ്റെ ഹെഡ് ലാമ്പിൻ്റെ ബൾബൊക്കെ മാറ്റിയിട്ടോ. എടാ ഓണാക്കടാ, ഹെഡ് ഓണാക്കേ. ഓക്കെ, ഒന്ന് പാസ് അടിക്കേ. ഓക്കെ, അപ്പോൾ നമ്മൾ 240 വാട്ട്സാണ്. 2 ഇയേഴ്സ് 2 വർഷം റീപ്ലേസ്മെൻറ്റ് വാങ്ങിയിട്ടുള്ള ബൾബാണ് വെച്ചിട്ടുള്ളത്. അതുപോലെ ഹോണും നമ്മളൊന്ന് ചേഞ്ച് ചെയ്ത് ഒന്ന് ഓണടിക്കേ. കഴിയാനായിട്ടാണ് നമ്പറും കാര്യങ്ങളും ഫിറ്റ് ചെയ്യണം. ഇല്ല ഞാനെ കൊല്ലുമോ? ഒന്ന് പാസ് അടിച്ചേ. ഓക്കെ, അപ്പോൾ ഫുൾ ഓഫ് ആക്കാം. പാസ് മാത്രം. ഹോൺ അടിച്ചു. ഹോൺ അടിച്ചാണ്. ഡിമ്മിടാൻ പറഞ്ഞതിൻ്റെ അപ്പോൾ അതിൻ്റെ ബൾബും കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഒന്ന് പാസ് അടിക്കുമോ? നോട്ടിയിട്ടാ വേണ്ടിയില്ലടാ. അപ്പോൾ വെന്യൂ പോയി. റനീസ് ഇതിൻ്റെ പവർ വീഡിയോ എടുക്കുക കേട്ടോ, LED-ൻ്റെ. അതേപോലെ നമ്മളെ ഐക്രോസ് കഴിഞ്ഞു, അതും പോവാൻ കേട്ടോ. ക്രോസ് കഴിഞ്ഞു. സ്ഥലമൊക്കെ പെരുമ്പോൾ ഈ വണ്ടി നമുക്കൊരു ബാർ ഫ്ലാഷിന് ഫിറ്റ് ചെയ്യാൻ വന്നു കേട്ടോ. അപ്പോൾ അടിയിൽ ഫിക്സ് ചെയ്തിട്ടുണ്ട്. കണക്ഷനും കാര്യങ്ങളും സ്ലീവ് ഒക്കെ ഇട്ട് കണക്ഷനും കാര്യങ്ങളും സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിലൊരുപാട് മോഡുണ്ട് കേട്ടോ. ഒരുപാട് എന്ന് പറഞ്ഞാൽ ഒരുപാട് മോഡുകൾ. അതേപോലെ തന്നെ ഇത് കണ്ടോ, ഇത് ബ്ലൂ ആൻഡ് റെഡ് ആണ് കണ്ടോ. വെള്ളം റിമോട്ട് എടുത്താൽ അതിൻ്റെ വൈപ്പർ വേഡ് വേഗം മാറ്റിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ സ്വിഫ്റ്റിൻ്റെ ഫ്ലാഷറിൻ്റെ ഫിറ്റും കാര്യങ്ങളും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്വിഫ്റ്റും മൂവായി. അപ്പോൾ നമ്മൾ എറ്റിയോസ് ലിവൻ്റെ അണ്ടർബോർഡിലേക്ക് ഇതാ ഫിക്സിങ് ഫൈനൽ സ്റ്റേജ് കേട്ടോ. നമുക്കിതാ ഇത് റിമോട്ട് വഴി നമുക്ക് ആപ്പ് വഴി നമുക്ക് ചെയ്യാൻ പറ്റും. ഒരുപാട് മോഡൽ ഇതിലുണ്ട് കേട്ടോ. കണ്ടോ ഒരുപാട് മോഡൽസ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ കാണുമ്പോൾ വലിയൊരു സംഭവമായിട്ട് തോന്നില്ല. പക്ഷെ അത് ഫിറ്റിങ്സ് ഫുള്ള് കഴിഞ്ഞ് വണ്ടി റോഡിൽ ഇറങ്ങുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ഭംഗിയും കാര്യങ്ങളും നമുക്ക് കാണാൻ പറ്റും. ഒരുപാട് മോഡുണ്ട്
കണ്ടോ ഒരുപാട് മോഡ് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. ഓക്കെ, ഫ്രണ്ടും ഉണ്ട് കേട്ടോ, 4 സൈഡായിട്ടാണ് വരുന്നത് കേട്ടോ. എന്തായാലും നമുക്ക് ഇൻസ്റ്റാളേഷൻ കണ്ടിന്യൂ ചെയ്യാണ്. അപ്പോൾ അതെ ഫൈനലി നമ്മൾ എറ്റിയോസിൻ്റെ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞു. അതിൻ്റെ കുറച്ച് വണ്ടികൾ വന്നുകൊണ്ട് കുറച്ച് ഡിലേ ആക്കിയിട്ടാണ്, കാരണം കുറച്ച് വെയിറ്റിംഗ് ആയിരുന്നു. അപ്പോൾ കണ്ടോ അതിൻ്റെ റോഡിൽ നിന്ന് ഇറക്കപ്പെട്ടു. അത് കണ്ടോ അത്യാവശ്യം നല്ല ഔട്ട്പുട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നല്ല അടിപൊളി പവറാണ്. നമുക്കിത് ആപ്പ് വഴി കൺട്രോൾ ചെയ്യാനും പറ്റും. അതേപോലെ തന്നെ റിമോട്ടും നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. മൊബൈൽ വഴി നമുക്കിത് ഓപ്പറേറ്റ് ചെയ്യാം, അതേപോലെ റിമോട്ട് വഴിയും നമുക്കിത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഇത് നല്ല അതുപോലെ നമ്മൾ കംപ്ലീറ്റ് ലൈറ്റും ഓഫ് ചെയ്തിട്ടാണ് ഇപ്പോൾ എടുക്കുന്നത് കേട്ടോ. കണ്ടതിന് ഔട്ട്പുട്ട്, കാരണം ലൈറ്റുള്ള സമയത്ത് അറിയാമല്ലോ കുറച്ച് പവർ കുറവ്. ഇപ്പോൾ റിമോട്ടാണ് ഇതിൻ്റെ. റിമോട്ട് മാത്രമല്ല, റിമോട്ടിൽ ഇതിൻ്റെ മോഡ്സ് ഒരുപാടുണ്ട്. പക്ഷേ നമുക്ക് ആപ്പ് വഴി നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ ഞാൻ റിമോട്ടിലാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത് കേട്ടോ. ഒരുപാട് മോഡ് നമുക്ക് റിമോട്ട് നമുക്ക് പെട്ടെന്ന് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. മൊബൈലാകുമ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, കാരണം ഡിസ്പ്ലേ ഒക്കെ ഓണാക്കി ചെയ്യണ്ടേ. അപ്പോൾ അതെ നമ്മളെ ഇന്നത്തെ പരിപാടി ഏകദേശം തീർന്നിട്ടുണ്ട്. ആ ഷോപ്പ് ക്ലോസ് ചെയ്യാനാണ് കേട്ടോ ഏകദേശം സമയമായിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.